ദിനേശ്, ജേർണലിസം വിദ്യാർത്ഥിനി വിനീത, സാക്ഷാൽ സന്തോഷ് പണ്ഡിറ്റ്, മൊബൈൽ ഡിജിറ്റൽ മീഡിയ വിദഗ്ധൻ സത്യൻ എന്നിവർ. സന്തോഷിന് എപ്പോഴെങ്കിലും ഈ വെളുത്തില്ല അല്ലെങ്കിൽ കറുത്തിരിക്കുന്ന ഒരു കോംപ്ലക്സ് അങ്ങനെ കോംപ്ലക്സ് ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഞാൻ പറയട്ടെ, എന്തായിക്കോട്ടെ, ഞാൻ പറയുന്നത് അവനവന്റെ വീക്ക്നെസ്സിനെ പോലും ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റുന്നവനാണ് അതേപോലെ കേരളത്തിലെ ഒരു രജനീകാന്തായി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ വെളുത്ത വർഗത്തിന് വെറും കേരളത്തിലെ 10% മാത്രമുള്ള വെളുത്ത വർഗത്തിന് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ പേടിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കേരളത്തിലെ ഒരു വിഭാഗം ആളുകളുടെ കയ്യിലാണ് സിനിമ എന്ന് തോന്നുന്നുണ്ടോ? സാർ, അവരാണ് ബോധപൂർവ്വം എനിക്ക് ഇതാക്കുന്നത്. അല്ലെങ്കിൽ ഇവർ എന്തിനടിസ്ഥാനത്തിലാണ് എന്റെ പല്ലിനെ പറ്റി പറയുന്നു, ഇവർ എന്റെ മൂക്കിനെ പറ്റി പറയുന്നു, ഇവരുടെ കണ്ണിനെ പറ്റി പറയുന്നു, എന്തുകൊണ്ട് പറയുന്നു? ഇവർ പറയേണ്ട അതല്ല. ഇയാളുടെ സിനിമയ്ക്ക് എന്താ കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ എന്റെ ഒരു വിമർശകന് ജിനുവനായി പറഞ്ഞില്ല. അവർ പറയുന്നു എന്താണ് ഞാൻ ചെയ്ത തെറ്റ് ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പല്ലിങ്ങനായതിന് ഇയാൾക്ക് ഉത്തരവാദിത്വമില്ല, ഇദ്ദേഹത്തിന്റെ മുഖം ഞാൻ കറുത്തു, എന്റെ കുറ്റാണോ? ദൈവം എനിക്ക് അത്ര സൗന്ദര്യമേ തന്നുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് അയാളെ നോർമലായിട്ട് ഇരിക്കാൻ സിനിമാ മേഖലയിൽ 50 കോടിയുടെയും 100 കോടിയുടെയും ഒക്കെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിന്റെ വക്താക്കളാണ് ഇരിക്കുന്നത്. 5 ലക്ഷം രൂപ കൊടുത്ത് ഒരു പടം മുതൽ മുടക്കി ഇറക്കിയതിൽ ഞാൻ അംഗീകരിക്കുന്നു. കാരണം അതൊരു മാതൃകാപരമായ കാര്യമാണ്. 5 കോടിയോളം കളക്ട് ചെയ്തു. 5 ലക്ഷം ഉപയോഗിച്ച് സിനിമ ചെയ്ത് 5 ലക്ഷം മാത്രം ചെലവാക്കി 5 കോടി, ദാറ്റ് ഈസ് മുടക്ക് മുതലിന്റെ 100 ഇരട്ടി. ഇവിടുത്തെ ടൈറ്റാനിക് പോലത്തെ സിനിമയ്ക്ക് 5 ലക്ഷം രൂപ 5 കോടി രൂപ 5 കോടി രൂപയൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ ആ പടം 15 കോടി രൂപ കളക്ട് ചെയ്യണം. എങ്കിലേ ഇയാൾക്ക് 5 കോടി കിട്ടും. കാരണം 1 രൂപ കിട്ടിയാലല്ല 33 പൈസ കോർപ്പറേഷന് പോകും, 33 പൈസ തിയേറ്ററിന് പോകും, ബാക്കി 33 പൈസയാണ് വിതരണക്കാരന് കിട്ടുന്നത്. അവന്റെ 20% പോയിട്ടാണ് ഇവന് കിട്ടുന്നത്. 5 കോടിയൊക്കെ കിട്ടിയെന്ന് ചുമ്മാ ബ്ലണ്ടർ അടിക്കും. ഇത് ഇംഗ്ലണ്ട് അക്ഷരമുണ്ട് ഇയാളെ ഹരാസി. ഇനി പോട്ടെ സാറേ, അല്ല 35 കോടി ഇല്ലെങ്കിൽ 5 ലക്ഷം കിട്ടുമല്ലോ എനിക്ക്. 5 കോടി ഇപ്പൊ 5 ലക്ഷം ഉണ്ടോ? അല്ലെ പറയാം, 5 ലക്ഷം ഇയാളെപ്പോലത്തെ ആളുകൾ സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാക്കൾ കെട്ടി തൂക്കി ചാകുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. എന്റെ ഇറക്കിയ പൈസ തിരിച്ചു കിട്ടണം. സിനിമ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എന്റെ സിനിമ ഞാനാ പ്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ കെട്ടി തൂങ്ങി ഇതുവരെയും നടന്നില്ല. ഞാൻ സിനിമ അടുത്തൊരു പ്രൊഡ്യൂസറെ കിട്ടാത്തതുകൊണ്ട് ഞാൻ സീരിയൽ വേറെ പ്രൊഡ്യൂസർ കിട്ടാത്തതുണ്ട്. അപ്പൊ മറ്റാൻ തൂങ്ങി ചാവണം. ഞാൻ ആരെയും ചാവണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മളെ പോലുള്ളവരെ ഇതുപോലെ നോർമൽ അല്ലാത്ത ഒരാളിന്റെ കൂടെ വിളിക്കരുത്. ഇയാളെ പോലെ ഒരുത്തന്റെ സംസാരിക്കാനുള്ള സംസ്കാരം നമുക്കില്ല. ഇതാണ് പുള്ളിയുടെ വിജയം. അയ്യോ അല്ല ഞാൻ ബുദ്ധിയില്ലാത്തവരിൽ നിന്നും ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചു. പിന്നെ നടത്തുന്ന ആളുകളിൽ നിന്നും എന്ത് പറഞ്ഞു ഈ സംഭവം സൗന്ദര്യം ഒരു ഘടകമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മുടെ മുന്നിലുള്ള എത്രയോ നടന്മാര് അത് തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ 5 ലക്ഷം മുതൽ മുടക്കി സിനിമ ചെയ്യുമ്പോൾ എന്തായാലും ഒരു സിനിമ ഇറങ്ങി, അപ്പോൾ ഒരു സ്ക്രിപ്റ്റും തീമും അതുപോലെ തന്നെ ഒരു ഡാൻസ് കോറിയോഗ്രാഫിൽ കുറച്ചുകൂടി ഭംഗിയാക്കിയാൽ ഈ സിനിമ പ്രേക്ഷകരിലേക്ക് മനോഹരമായി നന്നായി കിടക്കുന്നില്ല. 1 പ്രാവശ്യം വീണ്ടും കിടക്കും. ഞാൻ വീഴാതെ അറ്റ്ലീസ്റ്റ് നടന്നു. അടുത്ത വർക്ക് മുതൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം. ഇതെത്ര വാശി പിടിക്കുന്നു. ആദ്യ പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ തന്നെ 100% വേണമെന്ന്. അതാ ഞാൻ പറയുന്നത്, 5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 50 കോടി 100 കോടി ഉള്ള മറ്റുള്ള സിനിമയായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് പറയാം നിങ്ങൾ